ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം കൊണ്ട് തൊലച്ചു കളഞ്ഞിട്ട് ന്യായം പറയുന്നവരുടെ മുകളിൽ കുതിര കയറിയിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ നിന്ന് തള്ളു പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. ഹരിതേ വേണ്ട, ഒന്നാമത് ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എത്ര നല്ല തിരക്കഥയാണെങ്കിലും നടൻ നല്ലതല്ലെങ്കിലേ 8 നിലയിൽ പൊട്ട് തന്നെ ചെയ്യും. നീ സൂക്ഷിച്ച് സംസാരിക്കണം. മനോജെ, ഇങ്ങനെ പറഞ്ഞു വിട്ടെ. നല്ലൊരു അവസരം കൊടുത്തിട്ട് കളഞ്ഞു കുളിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? ഹരിത, നീ ഒന്ന് അടങ്ങ്. നിന്റെ അച്ചി പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള്. മീനാക്ഷിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇവള് കെട്ടിയെഴുന്നള്ളിച്ച ഒരു വേട്ടാവളിയനുണ്ടല്ലോ, അവനെ 10 വയസ്സേക്ക് കൊള്ളില്ല. അപ്പൊ പിന്നെ പ്രകാശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള തറ പരിപാടിക്ക് ഇറങ്ങുമ്പം അതൊന്നാം തരം ഫ്രോഡ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിലേ സംഗതി കൈവിട്ടു പോവും. ഹരിത ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം തരം ഫ്രോഡിനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കില് പുറത്തുനിന്ന് വന്ന ഫ്രോഡിനേക്കാൾ വലിയൊരു ഫ്രോഡ് വന്ന് സംഗതി പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. മനസ്സിലായില്ല? മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡാണല്ലോ നിന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ്. അയാളുടെ മോനാണ് ജഗൻ. ഇത് പൊളിച്ചടക്കിയതേ അവനാ. അത് ശരിയാ. ഒരു ഫ്രോഡിനെ കണ്ടാലേ മറ്റൊരു ഫ്രോഡിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മനോജെ, നീ അങ്ങനെ വിളിക്കല്ലേ. എന്റെ അച്ഛന്റെ ചെലവിൽ ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞിരുന്ന നീ ഈ പൊരട്ടകളുടെ തമാശ കേട്ട് അങ്ങനെ അങ്ങ് ചിരിക്കല്ലേ. പട്ടിണി കിടന്ന് ചാവും നീ. ചക്രശ്വാസം വലിച്ചാ പോലും ഒരു തുള്ളി വെള്ളം തരാത്തവരാ നിന്റെ ഈ കൂടപ്പറപ്പുകള്. എന്റെ അച്ഛനെ പറഞ്ഞ എനിക്ക് നോവും. ഇന്നും ഹരിത ജീവിക്കുന്നതേ തോലി കെട്ടിയവന്റെ ചെലവിലല്ല, എന്റെ അച്ഛന്റെ ചെലവിലാ. സോറി ഹരിതേ. മനോജെ, ഇവിടെ ആരും ആരെയും മനഃപൂർവ്വം കുത്തി നോവിച്ചിട്ടൊന്നുമില്ല. ജഗന്റെ ബന്ധങ്ങളും പരിചയങ്ങളും കണക്കാക്കാതെ ഈ നിയോജക മണ്ഡലത്തിലുള്ള ഒരുത്തനെ ഇറക്കി കളിച്ചതുകൊണ്ടാണ് സംഗതി കൈവിട്ടു പോയത്. ജാനകിയെ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു ഉസ്മാൻ വന്നിരിക്കുന്നു. എന്തിനൊരു ലോജിക്കൊക്കെ വേണ്ടേ? ഈ നാട്ടിലെ ഓരോ കോഴിയുടെയും പൂച്ചയുടെയൊക്കെ വരെ ആധാർ നമ്പർ അറിയാവുന്ന ജഗന്റെ അടുത്തേക്കാ അവൻ വന്ന് കേറിയത്. തോറ്റവന് പറയാൻ 100 കഥകൾ ഉണ്ടാവും. മാന്യന്മാരെ കുറ്റപ്പെടുത്താനും പറ്റും. ഓ എന്റെ ഹരിതേ, നീ അതൊക്കെ ഒന്ന് വിട്ടുകളാ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നീ ഒന്ന് ആലോചിക്കൂ. എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിയപ്പോ നിങ്ങളും ആസ്വദിച്ച് ചിരിക്കുന്നത് കണ്ടല്ലോ. അല്ല, അത് ഇനി നിങ്ങളൊക്കെ കൂടെ അങ്ങ് പ്ലാൻ ചെയ്യ. ഞാൻ പോവാ. നീ പോടാ. ഇപ്പൊ എല്ലാവർക്കും സമാധാനം ആയല്ലോ. ഒരാവശ്യമില്ലാതെ ഹരിതയുടെ അച്ഛനെ ഇതിൽ പിടിച്ചിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് ശരിയാ, ഇപ്പൊ ഒരു ധാരണയായി. മനോജിനെ ഇന്ന് രാത്രി ഉറക്കമില്ല. ഓ, മാനത്തെ കൊട്ടാരം